ഗായ്സ് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇവിടെ മൊത്തം ഈ പറഞ്ഞ പുല്ലും കാര്യങ്ങളും പിടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പട്ടിക്കൂട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് കിണറിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറ്റി ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിണറൊന്ന് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ച് കിണർ നോക്കിയപ്പോഴാണ് നമ്മുടെ കിണറിൻ്റെ അവസ്ഥ കാണുന്നത്. ആഴം കുറവാണ്, പക്ഷെ മൊത്തം പുല്ലും പായലും കാര്യങ്ങളൊക്കെ ആയിട്ട് നാശമായി കിടക്കുകയാണ്. ഇങ്ങനത്തെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പല പല അസുഖങ്ങളും പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി കിണർ വൃത്തിയാക്കാം. നമ്മൾ ടെസേനെ നമ്മൾ കൂട്ടിൽ നിന്ന് അഴിച്ച് ആളെ കയറ്റിയിട്ടുണ്ട്, കാണിച്ചു തരാം. ടെസേനെ കൂട്ടിൽ നിന്ന് അഴിച്ചത് ഇവിടെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ആളിപ്പുണ്ട് ഇവിടെ, അവിടെ കുരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ കുരുക്കി വെച്ച് നോക്കുക. പിന്നെ നമ്മൾ പുറത്ത് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ആളവിടെ നിന്ന് പോകും. പിന്നെ നമുക്ക് കൊച്ചുള്ളതുകൊണ്ട് ചിലപ്പോൾ റൂമിനോ അകത്തേട്ടൊക്കെ ആൾ ഓടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് നേരെ കിണർ വൃത്തിയാക്കലിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമുക്ക് അങ്ങനെ ഇറങ്ങി ക്ലീൻ ചെയ്യാം. ഇവിടെ ഒത്തിരി പൊത്തുണ്ട്. പൊത്തിനകത്ത് ഒന്നും ഇല്ലാന്നുള്ള വിശ്വാസത്തിലാണ് ഇറങ്ങിയത്. പക്ഷെ നമ്മൾ വലിയ താഴ്ചയുള്ള കിണറല്ലാത്തതുകൊണ്ട് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അത്യാവശ്യം താഴ്ചയുള്ള കിണറൊക്കെ ആകുമ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാൻ. Okay. ഗായ്സ്, അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ പരമാവധി നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഒന്നുമില്ല. പിന്നെ നമ്മൾ കിണർ വറ്റിച്ച് ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഡീപ്പായിട്ടാണ് ക്ലീൻ ചെയ്യാത്തത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ക്ലോറിൻ്റെ കൂടെ കലക്കൊന്ന് ഒഴിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടെസയുടെ കൂടുന്ന ഭാഗം അത് കിടന്ന് നിങ്ങൾ കണ്ടാണല്ലോ, അത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ തന്നെ പോയത് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്.